ഡാമിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് കുതിരകളുടെ ഷെഡിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമുക്ക് നോക്കുമ്പോഴേ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു പാറ നമുക്ക് കാണാൻ പറ്റും. ഓൾറെഡി ചിന്നു അതിൻ്റെ മേളിൽ കയറി ഇപ്പോൾ ഉണ്ട്. അവൾ എന്നെയായിട്ട് മുമ്പേ ഓടി പാറയുടെ മേളിൽ കയറി ഇരിക്കുകയാണ്. നമുക്ക് പാറയിലോട്ട് കയറാം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാറയുടെ മേളിൽ കയറി എന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഫുള്ള് വിഷ്വൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കയറി വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. പാറയുടെ മുകളിലായിട്ട് ഇതിനകത്ത് ശില്പങ്ങളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിന്നു എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കൊള്ളാമോ? സൂപ്പറാണോ? സൂപ്പർ. എങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളി. ഞാനത് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചായിരുന്നോ നീ? ഇതിനകത്ത് മേളിൽ അതായത് പാറയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിച്ചു തരാം. ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത് കറങ്ങി. അതായത് ടോപ്പിലാണ് നമുക്ക് ഈ ഒരു പാറ നിൽക്കുന്നത്. അവിടെ നമുക്കൊരു ആനയുടെ ഒരു ശില്പമുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് ജസ്റ്റ് നമുക്കൊന്ന് കറങ്ങി കണ്ടിട്ട് പോവാം. അങ്ങനെ ചിന്നു നമ്മളെയായിട്ട് മുമ്പേ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തട്ടി വീഴല്ലേ? മുട്ടൊരാനയുടെ ഇതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഈ ആനയുടെ അടി കൂടെ വേണമെങ്കിൽ നടന്നോ, ആഗ്രഹം തീർക്കാം. ഒരു ആനയുടെ ഫ്രണ്ടിൽ പോയിരുന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ജസ്റ്റ് ഒരു പാപ്പാൻ്റെ കുറവുണ്ട്, അതാണ് തീർന്നു. എങ്ങനെയുണ്ട്? ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നതാണ്. ഈ ഒരു വലിയ പാറയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. വെയിൽ കാണുന്നതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല. നമുക്ക് മേളിലോട്ട് വയ്ക്കാം. അവിടെ ഒരു ആട്ടുംകുട്ടിയുണ്ട്. നമ്മുടെ രണ്ടുപേരും ഫോട്ടോ ഇടും. ഉള്ളാടി